ഹായ് മക്കളെ, +1 ഫിസിക്സിൽ പല ചാപ്റ്റേഴ്സിലായി ഒരുപാട് ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ തിയറി അറിയാത്തതും ചോദ്യം ചോദിക്കുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റാത്ത വിഷമൊക്കെ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ മുഴുവൻ ചാപ്റ്ററിലെയും മുഴുവൻ ഗ്രാഫ്സും ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററായ യൂണിറ്റ് മെഷർമെന്റിലെ ഗ്രാഫുകൾ ഒന്നുമില്ല, സന്തോഷിച്ചാട്ടെ. സെക്കൻഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഒരുപാട് ഗ്രാഫുകളുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പഠിക്കാൻ നമ്മൾ പോകുന്ന ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് XT ഗ്രാഫാണ്. പൊസിഷനെ നമ്മൾ എക്സ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, ടൈമിനെ T എന്നാണ്. അതുകൊണ്ട് XT ഗ്രാഫ് എന്നും പൊസിഷൻ ടൈം ഗ്രാഫിനെ പറയാറുണ്ട്. പൊസിഷനെ നമ്മൾ Y ആക്സിലാണ് എടുക്കുക, ടൈമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, X ആക്സിലാണ് എടുക്കുക. അതിൻ്റെ തന്നെ 3 ഡിഫറെൻറ്റ് കേസാണ് പ്രധാനമായി പഠിക്കാനുള്ളത്. ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ടൈം ആക്സിസിനനുസരിച്ച് പൊസിഷൻ മാറാതെ പാരലായിട്ട് നിൽക്കും. അപ്പോൾ അതായത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പാരലൽ ടു ടൈം ആക്സിസ്. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് കേസ് യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ പൊസിഷൻ ടൈമിനനുസരിച്ച് യൂണിഫോം ആയിട്ടാണ് മാറിപ്പോവുക. അപ്പോൾ അതൊരു ലീനിയർ ഷേപ്പ് ആയിരിക്കും, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ ഗ്രാഫ് ആയിരിക്കും, ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ലാസ്റ്റ് കേസാണ് പ്രധാനപ്പെട്ട കേസ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ, അവിടെ എന്താണ്, അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളെ കേസിൽ പൊസിഷൻ എന്ത് ചെയ്യും, ടൈമിനനുസരിച്ച് തുടർച്ചയായിട്ട് മാറും, ലീനിയർ അല്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. ഈ ഷേപ്പിൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ പൊളിക്കും. നിങ്ങൾ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ഗ്രാഫിൻ്റെ. ഇനി ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇയാളത് ഒന്നേ പഠിക്കാനുള്ളൂ. സ്ലോപ്പ് വെലോസിറ്റി ആണ് പഠിക്കുക. അതായത് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഏത് പോയിന്റ് കണ്ടാൽ ആ പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇനി ഈ ചാപ്റ്ററിലെ 2ാമത്തെ പ്രധാനപ്പെട്ട ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അഥവാ VT ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റിയെ നമ്മൾ Y ആക്സിൽ എടുക്കുന്നു, ടൈമിനെ നമ്മൾ X ആക്സിൽ എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ 2 കേസസ് ആണ് പ്രധാനമായി നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 1ാമത്തെ കേസ് യൂണിഫോം മോഷനാണ്. അതായത് വെലോസിറ്റി കോൺസ്റ്റൻ്റ്, വെലോസിറ്റി മാറുന്നില്ല. അപ്പോൾ വെലോസിറ്റി മാറാത്തതുകൊണ്ട് ടൈം ആക്സിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഷേപ്പ് ഉണ്ടാവുക. ഇനി മറ്റൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കേസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ആക്സിലറേഷൻ ഉണ്ട്, യൂണിഫോം ആണ്, അതുകൊണ്ട് വെലോസിറ്റി ടൈമിനനുസരിച്ച് യൂണിഫോം ആയിട്ടാണ് മാറുക. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ ആയിരിക്കും, ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് പ്രധാനമായി പഠിക്കാനുള്ളത്. ഇവിടെ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഒന്ന്, ഒരു VT ഗ്രാഫിൻ്റെ സ്ലോപ്പ് ഏത് പോയിന്റ് കാണുന്നോ ആ പോയിന്റിലുള്ള ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നിങ്ങൾക്ക് കിട്ടും. 2ാമത്തെ പോയിന്റ്, ഈ ഗ്രാഫിൻ്റെ താഴെയുള്ള ഏരിയ, അണ്ടർ ദ ഏരിയ അല്ലെങ്കിൽ അണ്ടർ ദ കർവുള്ള ഏരിയ, അത് കണ്ടാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ പോസിറ്റീവ് റീജിയനിൽ നിന്ന് നെഗറ്റീവ് റീജിയൻ മൈനസ് ചെയ്യണം. ഇനി ഡിസ്റ്റൻസ് കാണാൻ ചോദ്യം വരികയാണെങ്കിൽ പോസിറ്റീവ് റീജിയനും നെഗറ്റീവ് റീജിയനുള്ള ഏരിയയും ആഡ് ചെയ്യണം. നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ആക്സിലറേഷൻ ടൈം ഗ്രാഫാണ് ഈ ചാപ്റ്ററിലുള്ളത്. ആക്സിലറേഷൻ ടൈം ഗ്രാഫിൽ ആക്സിലറേഷൻ A, ടൈം T, AT ഗ്രാഫ് എന്ന് പറയും. ഒരു കേസേ പ്രധാനമായിട്ട് വരാറുള്ളൂ, അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിലറേഷൻ എന്താ, കോൺസ്റ്റൻ്റാ. അപ്പോൾ ആക്സിലറേഷൻ മാറോ? ഇല്ല. അപ്പോൾ ടൈം ആക്സിസിന് പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും AT ഗ്രാഫിൻ്റെ ഷേപ്പ്. ഇനി ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം പഠിക്കാനുള്ളൂ, സ്ലോപ്പ് കാണാൻ നമുക്കില്ല. നമുക്ക് ഇയാളെ അണ്ടറിലുള്ള ഏരിയ, ഇതിൻ്റെ അണ്ടറിലുള്ള ഏരിയ വെലോസിറ്റി നല്ല പഠിക്കേണ്ടത് ചേഞ്ച് ഇൻ വെലോസിറ്റി ആയിരിക്കും. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി എന്നൊക്കെ എഴുതുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലേ, ΔV, ആ ചങ്ങാതിയാണ് നമുക്ക് അണ്ടർ ദ ഏരിയ കണ്ടാൽ കിട്ടുക. അതോടുകൂടി ആ ചാപ്റ്ററിലെ ഗ്രാഫുകൾ കഴിഞ്ഞു. മോഷൻ ഇൻ എ പ്ലെയിനിൽ കാര്യത്തക്ക ബോർഡ് എക്സാമിന് ഒരു ഗ്രാഫ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാം, പക്ഷേ അതൊരു ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗ്രാഫ് ഉള്ളതായിട്ട് നമുക്ക് പറയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4th ചാപ്റ്റർ നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ ഒരു ഗ്രാഫ് ഉണ്ട്. ആ ഗ്രാഫ് ഫോഴ്സ് ടൈം ഗ്രാഫാണ്, FT ഗ്രാഫ് എന്ന് പറയും, ഫോഴ്സ് ടൈം ഗ്രാഫ്. അതുകൊണ്ട് ഫോഴ്സിനെ നമ്മൾ Y ആക്സിൽ എടുക്കും, ടൈമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, X ആക്സിൽ എടുക്കുന്നു.
അപ്പോൾ പ്രധാനമായും ഫോഴ്സ് രണ്ട് രീതി വരുന്നുണ്ട്. രണ്ട് രീതി നമ്മൾ ഈ ഗ്രാഫ് വരയ്ക്കാറുണ്ട്. ഒന്ന് കോൺസ്റ്റന്റ് ഫോഴ്സ് മാറുന്നില്ല, ഫോഴ്സ് എപ്പോഴും ഒരേപോലെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് മാറാത്തതുകൊണ്ട് ടൈം ആക്സിന് പാരലൽ ആയിരിക്കും ഇയാൾ ഉണ്ടായിരിക്കും അല്ലേ. ഇനി വേരിയബിൾ ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് ഓരോ ടൈമിനനുസരിച്ച് മാറി മാറി കളിക്കുന്ന ഫോഴ്സ് 5, 10, 20 എന്നൊക്കെ പറഞ്ഞിട്ട് മാറി കളിക്കുന്ന ഫോഴ്സസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കേസിൽ ഫോഴ്സ് മാറുന്ന പോലെ ഇതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം FT ഗ്രാഫ്, ഫോഴ്സ് ടൈം ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ, താഴെയുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റം തന്നെയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ ലീനിയർ മൊമെൻറ്റമോ ഇമ്പൾസ് ആണ് അണ്ടർ ദ ഏരിയ കണ്ടാൽ കിട്ടുക. ഇനി നെക്സ്റ്റ് വർക്ക് എനർജി പവറിലോട്ട് പോകാം. വർക്ക് എനർജി പവറിൽ അതുപോലെ ഫോഴ്സ് F, ഡിസ്പ്ലേസ്മെന്റ് S ഗ്രാഫ് ഉണ്ട്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ എക്സ് എന്നും പറയാറുണ്ട് ഡിസ്പ്ലേസ്മെന്റ്, നോ പ്രോബ്ലം. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ്. അപ്പോൾ FT ഗ്രാഫ് പോലെ തന്നെയാണ്. ഫോഴ്സിന് നമ്മൾ Y ആക്സിൽ എടുക്കുന്നു, അവിടെ ടൈം എടുത്തതിന് വരെ ഡിസ്പ്ലേസ്മെന്റ് എസ്സിനെയാണ് ഞാൻ X ആക്സിൽ എടുക്കുന്നത്. അപ്പോൾ അവിടെയും കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ, വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഇതുപോലെ വേരി ചെയ്ത് കളിക്കും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇയാളെ അണ്ടറിലുള്ള ഏരിയ, താഴെയുള്ള ഏരിയ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് വർക്ക് ഡൺ. ഇതിൻ്റെ അണ്ടറിലുള്ള ഏരിയ കണ്ടാൽ വർക്ക് ഡൺ ആണ് കിട്ടുക. ദാറ്റ്സ് ഇറ്റ്. ഇനി വർക്ക് എനർജി പവറിലെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഫോർ എ ഫ്രീ ഫോൾ. ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഫിഗർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, താഴോട്ട് ആ ഒബ്ജക്റ്റ് വരുന്തോറും അയാളെ പൊട്ടൻഷ്യൽ എനർജി കുറയും, പക്ഷേ കൈനറ്റിക് എനർജി കൂടും. പക്ഷേ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലേ, കൺസേർവ്ഡ് ആയിരിക്കും. അത് ഒറ്റ ഗ്രാഫിൽ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ എനർജി വേഴ്സസ് ഹൈറ്റ് ആണ്. എനർജി വേഴ്സസ് ഹൈറ്റാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും ഹൈറ്റ് കൂടും. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും കൂടി വരുന്ന എനർജി ഏതാണ്? പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇതാ അങ്ങോട്ട് പോകുന്തോറും ഹൈറ്റ് ഇങ്ങനെ കൂടി വരികയാണ്, പൊട്ടൻഷ്യൽ എനർജി കൂടി വരികയാണ് അല്ലേ. ഇനി എന്താ, ഹൈറ്റ് കൂടുന്തോറും കുറഞ്ഞു വരുന്ന എനർജി അല്ലേ. അപ്പോൾ ആ കേസ് നമുക്ക് ഫ്രീ ഫോളിൽ ഏറ്റവും മാക്സിമം ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി മിനിമം. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റിലോട്ട് പോകുന്തോറും കുറഞ്ഞു വരുന്ന എനർജി കൈനറ്റിക് എനർജി എന്ന് പറയാം. പക്ഷേ ഇവിടുത്തെ ടോട്ടൽ എനർജി, അതായത് കൈനറ്റിക്കിൻ്റെയും പൊട്ടൻഷ്യൽ എനർജിൻ്റെയും രണ്ടിൻ്റെയും സം എന്തായിരിക്കും? എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ടോട്ടൽ എനർജി മുകളിൽ ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഒരു എക്സ് ഷേപ്പ് വരയ്ക്കാം, മുകളിലൊരു വര വരച്ച് കഴിഞ്ഞാൽ ഈ കേസ് കിട്ടി. ഇതുപോലെ തന്നെ ഓസിലേറ്റിംഗ് സ്പ്രിങ്ങിൻ്റെ കേസ് ഉണ്ട്. ഇത് ഓസിലേഷൻ ചാപ്റ്ററിലും ഇൻക്ലൂഡഡ് ആണ്, ഞാൻ ഇവിടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തു. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജിയുടെ കോൺസ്റ്റന്റ് ആണെന്നുള്ള കേസ് ഗ്രാഫിക്കലി കാണുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മുട്ടായി വരയ്ക്കുന്ന ഒരു ഷേപ്പ് പോലെ അല്ലേ. ബേസിക്കലി എന്താണ്, ഇങ്ങനൊന്ന്. ഓക്കെ, അവിടെ നമ്മൾ വരയ്ക്കുന്നത് E വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 ആകുമ്പോൾ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതായത് ഈ കാണുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് 0 അല്ലേ, നമ്മൾ സ്ട്രെച്ച് ഓൺ ചെയ്തില്ലെങ്കിൽ 0 ആയിരിക്കും അവിടുത്തെ എനർജി, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതെന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും ഇയാൾ. എന്നാൽ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മീൻ പൊസിഷൻ സെൻട്രൽ എത്തുമ്പോൾ മാക്സിമം വാല്യൂ കിട്ടുന്നതായിരിക്കും കൈനറ്റിക് എനർജി. അപ്പോൾ കൈനറ്റിക് എനർജി മീൻ പൊസിഷനിൽ മാക്സിമം വാല്യൂ ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഒന്നാണ്. മറ്റൊന്ന്, ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, കൺസേർവ്ഡ് ആണ്. അതുകൊണ്ട് മുകളിൽ അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതും നിങ്ങൾ വരയ്ക്കുക. ഇത് ഓസിലേഷൻ ചാപ്റ്റർ നമുക്ക് ഇൻക്ലൂഡഡ് ചെയ്യാം. ഇനി 6ാമത്തെ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൽ കാര്യത്തക്ക ഗ്രാഫ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും, പക്ഷേ നമുക്ക് എന്തില്ല, ബോർഡ് എക്സാമിന് അതിലൊരു ഗ്രാഫ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഗ്രാവിറ്റേഷനിൽ ഒരു ഗ്രാഫ് പല വർഷങ്ങൾ റിപ്പീറ്റഡ് ആണ്. അതായത് എർത്തിൻ്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സ്മോൾ ലെറ്റർ G, അത് ഭൂമിയുടെ സെൻറ്ററിനുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആക്കിയിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും എന്നാണ് സംഭവം. അപ്പോൾ ഇൻസൈഡിൽ നിങ്ങൾക്കറിയാം സെൻറ്ററിൽ എന്താണ്, Gൻ്റെ വാല്യൂ 0. ഇനി സർഫസിലോട്ട് പോകുന്തോറും Gൻ്റെ വാല്യൂ കൂടിക്കൂടി വരും, ഇങ്ങനെ കൂടിക്കൂടി വരും. സർഫസ് എത്തുമ്പോൾ Gൻ്റെ വാല്യൂ മാക്സിമം. എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും Gൻ്റെ വാല്യൂ കുറയും. കാരണം എന്താ, G പ്രൊപ്പോർഷണൽ ടു 1/r² ആണ് ഔട്ട് സൈഡ്. അപ്പോൾ ഇതെല്ലാം ഗ്രാഫിക്കലി വരയ്ക്കാൻ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അവിടെ നമ്മൾ വരയ്ക്കുന്നത് G വേഴ്സസ് ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ഓഫ് എർത്ത് വേഴ്സസ് R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് എർത്ത് ആണ്, അല്ലാതെ റേഡിയസ് ഓഫ് എർത്ത് അല്ല. സ്മോൾ ലെറ്റർ R ആണ്, റേഡിയസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ ലെറ്റർ R ആണ്. അപ്പോൾ സെൻറ്ററിൽ Gൻ്റെ വാല്യൂ എത്രയാണ്?
ജീൻ്റെ വാല്യൂ 0 ആണ്, ആറിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് സെൻറ്ററിനെയാണ്. അപ്പോൾ ഇനി സർഫസിലോട്ട് പോകുന്തോറും ഇൻസൈഡ് അല്ലേ, ഇങ്ങനെ പോകുന്തോറും ജീൻ്റെ വാല്യൂ കൂടി വരും, സർഫസ് വരെ കൂടി സർഫസിൽ മാക്സിമം ആവും. അപ്പോൾ അത് ലീനിയർ ആയിട്ട് കൂടി പോകുന്നത് നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈനായി ലീനിയറായി വരയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ എർത്തിൻ്റെ ഇൻസൈഡുള്ള കേസാണ്. ഇത് മാക്സിമം ആവുന്നത് അല്ലേ. ആ മാക്സിമം ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അത് എവിടെയാണ്, സർഫസിലാണ്. ആ സമയത്ത് സ്മോൾ ലെറ്റർ ആറും ക്യാപിറ്റൽ ലെറ്റർ ആർ, എർത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ലെറ്റർ ആറും ഈക്വൽ ആവുകയാണ്. അത് കഴിഞ്ഞ് ഔട്ട് സൈഡ് എത്തിയാൽ ജീൻ്റെ വാല്യൂ കുറയും, പെട്ടെന്ന് കുറയും. കാരണം ജി പ്രപ്പോർഷണൽ ടു 1/r², ഇൻവേഴ്സ് സ്ക്വയറിലോ ആണ്. അപ്പോൾ ഔട്ട് സൈഡ് ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ ഹൂക്സ് ലോയുടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഹൂക്സ് ലോയുടെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഹൂക്സ് ലോ പറയുന്നത് എന്താ, അപ് ടു എ ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അപ്പോൾ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്ട്ലി പ്രപ്പോർഷണലാണ്. അത് ലീനിയർ ആയിരിക്കും അല്ലേ. സ്ട്രെസ് കൂടുമ്പോൾ സ്ട്രെയിൻ കൂടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാനുള്ളത്, ഇയാളുടെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ആയിരിക്കും അല്ലേ. y/x നല്ല ലോജിക്ക്. അപ്പോൾ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനെയാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറയാം. അപ്പോൾ ഒരു ഹൂക്സ് ലോയുടെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ച് അതിൻ്റെ സ്ലോപ്പ് കണ്ടു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. അത് ഏത് മോഡുലസും ആയിരിക്കാം, നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് യങ്സ് ആയിരിക്കാം, റിജിഡിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ബൾക്ക് ആയിരിക്കാം. ഇനി ഇതിലെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്, ഈ ചാപ്റ്റർ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ എ ടെൻസൈൽ മെറ്റീരിയൽ. വലിച്ചു നീട്ടാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ, ടെൻസൈൽ മെറ്റീരിയലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് നമ്മൾ പ്രാക്ടിക്കലി വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ആദ്യ ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ അല്ലാതായി മാറി, പിന്നെ ഇങ്ങനെ കൂടി മാക്സിമം എത്തി, പിന്നെ കുറഞ്ഞ് ഈ എത്തുമ്പോൾ ആ മെറ്റീരിയൽ വലിച്ച് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇവിടെ ഗ്രാഫിൽ നമുക്ക് പഠിക്കാനുള്ളത്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്നാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. എ എന്ന് പറഞ്ഞ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്തായി മാറി, അയാൾ ഹൂക്സ് ലോ ഒബേ ചെയ്ത് നിർത്തി. അതുകൊണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റാണ്. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിന്, പ്രൊപ്പോർഷണാലിറ്റി അവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ പ്രൊപ്പോർഷണൽ ലിമിറ്റാണ് എ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കൂടി അയാൾ എലാസ്റ്റിക് ആണ്. അതുകൊണ്ട് ബി എന്ന് പറഞ്ഞ പോയിന്റിന് നമുക്ക് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് വിളിക്കാം. ഇനി അത് കഴിഞ്ഞ് സിന്റെ പേര് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്യാറില്ല. ഡി എന്ന് പറഞ്ഞ ഗ്രാഫിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് പോയിന്റ് ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് പോയിന്റ് ഓർ അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയാറുണ്ട്. ഡിക്ക് വേറെ പല പേരുകൾ പറയാറുണ്ട്, കാര്യമായി ചോദിക്കാറില്ല. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഗ്രാഫ് എൻ്റെ ബേസിക്കലി അതിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് ഫ്രാക്ചർ പോയിന്റ് ഓർ ഡാമേജ് പോയിന്റ് എന്ന് പറയാം. ഇനി നമ്മൾ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഒറിജിനൽ പാത്തിലൂടെ വരാതെ സി എന്ന് പറഞ്ഞ പാത്തിൽ നിന്ന് വഴി തെറ്റി വേറൊരു പാരലൽ പാത്തിലൂടെയാണ് വരിക. സോ ബേസിക്കലി ഒ ഡാഷ് എന്ന് പറഞ്ഞ ഒരു പെർമനന്റ് സെറ്റ് അവിടെ ഉണ്ടായിരിക്കും. സോ ഒ ഡാഷിന്റെ പേര് പെർമനന്റ് സെറ്റ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ്. ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു സ്ട്രെസ് ഉണ്ടാവും, അതിനെ ഈൽഡിങ് സ്ട്രെസ് എന്ന് പറയും. ഈ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെസ് ഉണ്ടാവും, അതിന് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്നും പറയും. ആ രണ്ട് പോയിന്റ്സും ഓർത്ത് വെക്കുക. ഇനി സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഫോർ ആൻ ഇലാസ്റ്റോമേഴ്സ് ആണ് റബ്ബർ, ഹാർട്ടിൻ്റെ മസിൽസ് ആയ അയോട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് വലിച്ചാൽ ഒരുപാട് നീളും എന്നാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ കേസിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, ഇവിടെ നിങ്ങൾക്ക് പറയാം ഹൂക്സ് ലോ ഇയാൾ ഒബേ ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. ഹൂക്സ് ലോ ഒബേ ചെയ്യാത്ത ആളാണ് ഇയാൾ, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല, ഇതുപോലെ ആയിരിക്കും ഷേപ്പ് ഉണ്ടാവുക കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഡെറിവേഷൻസ് ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഗ്രാഫിക്കലി നമുക്ക് പറയാനൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ സന്തോഷിച്ചായിട്ട് വലിയ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ ഗ്രാഫുകളൊന്നും സീരിയസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. വേണേൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ചോദിക്കാറില്ല കേട്ടോ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ് ഏത്, അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അത് ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ട്. 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കുറയാണ്. അത് കാണിക്കുന്ന ഗ്രാഫാണത്. അപ്പം നമ്മൾ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ അല്ലേ, നമ്മൾ എക്സ് ആക്സിൽ നമ്മൾ ടെമ്പറേച്ചർ എടുക്കുന്നു, വൈ ആക്സിൽ നമ്മൾ വോളിയം എടുക്കുന്നു. അപ്പോൾ 0 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ വോളിയം കുറയാണ്, ടെമ്പറേച്ചർ കൂടുമ്പോഴും വോളിയം കുറയാണ് അല്ലേ. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. അപ്പോൾ ഇതിൽ ആ സാധനം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ബാക്കി കുറച്ച് പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഗ്രാഫ് ഇത്രയും വരയ്ക്കാനുള്ളൂ. ഇനി ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഉണ്ട്. ആ ഒരു മെറ്റീരിയൽ സോളിഡിൽ നിന്ന് ഫ്യൂഷൻ വഴി ലിക്വിഡായി, മെൽറ്റ് ചെയ്ത് ലിക്വിഡായി, അതായത് ഫ്യൂഷൻ വഴി ലിക്വിഡായി, ലിക്വിഡിൽ നിന്ന് വാപ്പറൈസേഷൻ വഴി ഗ്യാസ് ആവുന്ന ആ പ്രോസസ്സ് ഇല്ലേ, അതിൻ്റെ ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടുക.
അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം ഈ മെറ്റീരിയൽ കംപ്ലീറ്റ്ലി സോളിഡാണ്. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ചൂടൊക്കെ സോളിഡിൻ്റെ ഹീറ്റ് കൂട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ആ ഫ്യൂഷൻ ബേസിക്കലി മെൽറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഹീറ്റ് കൊടുക്കുന്നതൊക്കെ കംപ്ലീറ്റ്ലി അയാൾ ആ മെൽറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഫ്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റാണ്. ആ സമയത്ത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ആ ടെമ്പറേച്ചർ വിളിക്കുന്ന പേരാണ് മെൽറ്റിംഗ് പോയിന്റ്, അല്ലേ? സോളിഡ് ലിക്വിഡായി മാറുന്ന ആ ടെമ്പറേച്ചർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഇനി അതേപോലെ ലിക്വിഡ് കുറേതുപോലെ ലിക്വിഡ് ചൂടായി കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്ത് ചെയ്യും? വാപ്പറൈസ് ചെയ്തിട്ട് ഗ്യാസായി മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്, അല്ലേ? ആ സമയത്ത് കുറച്ച് നേരം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവും. ആ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനെ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഗ്യാസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഗ്രാഫാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉണ്ട്. ന്യൂട്ടൺ പറഞ്ഞാൽ എന്താ? ന്യൂട്ടൻ്റെ ലോ ഓഫ് കൂളിംഗ് പറയുന്നത് ആദ്യം വേഗം തണുക്കും ഒരാൾ, പിന്നെ പതുക്കെ ആയിരിക്കും തണുക്കുക. അല്ലെങ്കിൽ തണുക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ്, അല്ലെങ്കിൽ ലോസ് ഓഫ് ഹീറ്റ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ അതായത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുന്നത് ടെമ്പറേച്ചർ വേഴ്സസ് ടൈമാണ്. അപ്പോൾ ഒരു ചൂടുള്ള വസ്തുവിനെ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടെമ്പറേച്ചർ പെട്ടെന്ന് റാപ്പിഡ്ലി കുറയും. പിന്നെ ആ കൂളിംഗ് റേറ്റ് അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ചെയ്യുന്ന റേറ്റ് കുറഞ്ഞു വരും. അപ്പോൾ ആദ്യം പെട്ടെന്ന് കൂൾ ചെയ്യും, പിന്നെ കൂളിംഗ് റേറ്റ് കുറയും, സ്പീഡ് കുറയും. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ആദ്യം വേഗം കുറയും, പിന്നെ എങ്ങനെ മെല്ലെ ആക്കി കൂൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പഠിക്കുക കേട്ടോ. ഇനി തെർമോഡൈനാമിക്സിൽ പല തെർമോഡൈനാമിക് പ്രോസസ്സ് പഠിക്കാനുണ്ട്. അതിൻ്റെ എല്ലാത്തിനും കൂടി PV ഗ്രാഫ് ഞാൻ ഒറ്റൊന്നായിട്ട് വരയ്ക്കാം. ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കും, നമുക്ക് ഒറ്റൊന്നായിട്ട് ചോദിക്കാം. ഞാൻ ഒറ്റൊന്ന് ചോദിക്കുന്നു: ഐസോബാറിക്, ഐസോകോറിക്, ഐസോതെർമൽ, അഡയാബാറ്റിക്. അപ്പോൾ PV ഗ്രാഫ് വരയ്ക്കുന്നു. PV ഗ്രാഫ് അതിൽ ഞാൻ ആദ്യം ഐസോബാറിക് പറയാം. ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഈ പ്രഷർ മാറുമോ? ഇല്ല, പ്രഷർ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നെക്സ്റ്റ് ഐസോകോറിക്, വോളിയം കോൺസ്റ്റൻ്റാണ്. വോളിയം മാറുമോ? അപ്പോൾ വോളിയം ഇങ്ങോട്ടൊന്നും പോലല്ലോ, വോളിയം കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇവിടെ 2 ലിറ്റർ ആണെങ്കിൽ ആ 2 ലിറ്റർ അതുപോലെ അങ്ങ് നിൽക്കും, അല്ലേ? ബേസിക്കലി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് അഡയാബാറ്റിക്കും ഉണ്ട്, അതേപോലെ ഐസോതെർമലും ഉണ്ട്. ഐസോതെർമലിനേക്കാൾ കുറച്ചും കൂടി സ്റ്റീപ്പായുള്ള പീക്കായിരിക്കും, സ്റ്റീപ്പായുള്ള കർവായിരിക്കും അഡയാബാറ്റിക്കിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇത് ഐസോതെർമൽ കുറച്ചുകൂടി സ്റ്റീപ്പായതാണ് അഡയാബാറ്റിക്കിൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിനേക്കാൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ ലോജിക്ക് വെച്ചുള്ള കാർനോട്ട് സൈക്കിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ PV ഗ്രാഫ് വരയ്ക്കുക. അതിൽ നിങ്ങൾ ഇതേപോലെ ഒരു സൈക്ലിക് പ്രോസസ് വരയ്ക്കുക, അല്ലേ? ഇവിടെ 4 സ്റ്റെപ്പ് ഉണ്ട്. ആ 4 സ്റ്റെപ്പ് നിങ്ങൾ പേര് കൊടുക്കുക, ആരോ മാർക്ക് കൊടുക്കുക. ആദ്യം അങ്ങോട്ട് പോകുന്തോറും വോളിയം കൂടുക. വോളിയാണ് X ആക്സിൽ. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും വോളിയം കൂടും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഗ്രാഫുകൾ ബേസിക്കലി എന്താണ്? എക്സ്പാൻഷനാണ്. ഇനി ഇങ്ങോട്ട് വരാൻ വോളിയം കുറവാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? 3ഉം 4ഉം കംപ്രഷനാണ്. 1ഉം 2ഉം അങ്ങോട്ട് പോകുമ്പോൾ വോളിയം കൂടുകയാണ്, അപ്പോൾ എക്സ്പാൻഷനാണ്. ഏതാ? സ്റ്റീപ്നെസ് കുറവല്ലേ, അപ്പോൾ അത് ഐസോതെർമൽ എക്സ്പാൻഷനാണ്. രണ്ടാമത്തെ സ്റ്റീപ്പ് കുറച്ച് കൂടുതലാണ്, അല്ലേ? സ്റ്റീപ്പ് കുറച്ച് കൂടുതലാണ് കർവിന്, അപ്പോൾ അത് അഡയാബാറ്റിക്കാണ്. അപ്പോൾ അത് അഡയാബാറ്റിക് എക്സ്പാൻഷൻ. പിന്നെ ഇങ്ങോട്ട് വരില്ലേ, അപ്പോൾ കംപ്രഷനാണ്. അപ്പോൾ സ്റ്റീപ്നെസ് കുറവല്ലേ, അപ്പോൾ അത് ഐസോതെർമൽ കംപ്രഷനാണ്. പിന്നെ സ്റ്റീപ്നെസ് കൂടുതലാണ്, അപ്പോൾ അതെന്താണ്? അല്ലെ, കംപ്രഷന്. അത് അഡയാബാറ്റിക് കംപ്രഷൻ. പഠിക്കുക കേട്ടോ, പ്രോസസ് പഠിക്കാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ച ചില ഗ്രാഫുകൾ ഇവിടെ ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ബോയിൽസിലോ നിങ്ങൾക്കറിയാം, പ്രഷർ കൂടുമ്പം വോളിയം കുറയും. അപ്പോൾ പ്രഷർ കൂടുമ്പം വോളിയം കുറയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻവേഴ്സ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. P പ്രൊപ്പോർഷണൽ ടു 1/V, അല്ലെ V പ്രൊപ്പോർഷണൽ ടു 1/P എന്ന് വരയ്ക്കാൻ പറ്റും. തിരിച്ചു വരയ്ക്കാൻ പറ്റും, നോ പ്രോബ്ലം. നെക്സ്റ്റ് ചാൾസ് ലോ ആണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടും, അല്ലെ? ബേസിക്കലി എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വേണം വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നൊരു ഗ്രാഫാണത്. ഇനി ഒരു NCERTയിലുള്ള ഒരു ഗ്രാഫും കൂടി ഉണ്ട്. ഐഡിയൽ ഗ്യാസും റിയൽ ഗ്യാസിൻ്റെയും ഒരു വേരിയേഷൻ അല്ലെങ്കിൽ അവരൊരു സിമിലാരിറ്റി കാണിക്കാൻ വേണ്ടി ഒരു ഭാഗമുണ്ട്. അതായത് അവിടെ നമ്മൾ വരയ്ക്കുന്നത് പ്രഷർ വേഴ്സസ് PV/RT. PV/RT എന്ന് പറഞ്ഞ ടേമിനെ നമ്മൾ Y ആക്സിൽ എടുക്കുന്നു, ഇവിടെ നമ്മൾ പ്രഷർ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ ഐഡിയൽ ഗ്യാസ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്താ? PV = nRT. അപ്പോൾ PV = nRT. അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും, അല്ലേ? ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കാൻ പറ്റും. എന്നാൽ റിയൽ ഗ്യാസസ്, അതായത് നമ്മുടെ ഓക്സിജൻ, നൈട്രജൻ പോലുള്ള ആൾക്കാർ, അതങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. അത് വളരെ ചെറിയ സ്ഥലങ്ങളിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണ് നമ്മൾ റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് പോലെ ബിഹേവ് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഈ ഷേപ്പ് പഠിക്കുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. NCERTയിൽ പറഞ്ഞൊരു ഗ്രാഫാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി വേവ്സിലോട്ട്, ഓസിലേഷനിൽ ഗ്രാഫ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസിലേഷനിൽ പ്രധാനമായുള്ള ഗ്രാഫ് നമ്മുടെ സ്പ്രിങ്ങിനാണ്. അത് നമ്മൾ ഓൾറെഡി വർക്ക് എനർജി പവറിൽ പറഞ്ഞു. ഇനി വേവ്സിൽ ഗ്രാഫായിട്ട് വരയ്ക്കണമെങ്കിൽ ബേസിക്കലി നമുക്ക് ഓരോരോ
ഹാർമോണിക്സ് ഒന്നും ഗ്രാഫ് അല്ല ബേസിക്കലി, പക്ഷെ അതൊക്കെ ഓരോരോ ഫിഗേഴ്സ് ആണ്. ഗ്രാഫ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു വേവിനെ സൈനുസോയിഡൽ ആയിട്ട് ചെയ്യാം, അതേപോലെ കോസ് വേവ് ആയിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ സൈനുസോയിഡ് വരയ്ക്കാറാണ് പൊതുവെ പതിവ്. അപ്പോൾ നമ്മൾ ഒരു ഡിസ്പ്ലേസ്മെന്റ് എക്സിലും വൈയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് y = a sin kx - ωt എഴുതുകയാണെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ് ആക്സിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, വൈ ആക്സിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അപ്പോൾ വൈ ആക്സിലുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടോ, വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റും എക്സ് ആക്സിലെ ഡിസ്പ്ലേസ്മെന്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. സൈൻ അല്ലേ, സൈനിന്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്കറിയാലോ, എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുക, യെസ് ഈ പറഞ്ഞ ലോജിക്ക് 0 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അതേപോലെ സൈൻ വേവ് വരയ്ക്കുന്ന പോലെ നമ്മൾ വരയ്ക്കും. അപ്പോൾ അതിൻ്റെ പീക്ക് വാല്യൂ ആണ് ആംപ്ലിറ്റ്യൂഡ്, ഈ ഒരു വേവിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിനാണ് വേവ് ലെങ്ത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. ബാക്കി ഇതിലെ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വെച്ചുള്ള മേ ബി എന്തെങ്കിലും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി വേവ്സിൽ ഗ്രാഫുകളല്ല, ബേസിക്കലി കുറേ ഫിഗേഴ്സ് ആണ്, ആ ഫിഗേഴ്സ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്ന വീഡിയോ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക.